നമസ്കാരം. ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ അഥവാ CIA മുൻ ഉദ്യോഗസ്ഥൻ ചൈനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതായി കുറ്റം സമ്മതിച്ച വിവരം പുറത്തു വന്നിരിക്കുകയാണ്. 71-കാരനായ അലക്സാണ്ടർ യുക്ചിങ്മ എന്ന മുൻ CIA ഉദ്യോഗസ്ഥനാണ് ചൈനയ്ക്കായി 5 വർഷത്തോളം ചാരവൃത്തി നടത്തിയ കുറ്റത്തിന് തടവ് ശിക്ഷ അനുഭവിക്കുന്നത്. ഇപ്പോൾ 10 വർഷത്തെ തടവ് ശിക്ഷയാണ് അദ്ദേഹം നേരിടുന്നത്. 1989-ൽ CIA നിന്ന് വിരമിച്ചു. 2004 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ US ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ അഥവാ FBI-യിൽ കരാർ ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു. CIA-യിൽ അദ്ദേഹം രഹസ്യ വിഭാഗത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. വളരെ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ആ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു കരാറിൽ അലക്സാണ്ടർ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ $50,000 അലക്സാണ്ടർ ചൈനയ്ക്ക് രഹസ്യ വിവരങ്ങൾ നൽകിയെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ചൈന എന്നാണ് FBI ഡയറക്ടർ ക്രിസ്റ്റഫർ പ്രതികരിച്ചത്. ഇതാദ്യമായല്ല ചൈനയുടെ ചാരപ്പണി ലോകം അറിയുന്നത്. ഇതിനു മുൻപും ചാരപ്പണിയുടെ പേരിൽ ചൈന പിടിക്കപ്പെട്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു രാജ്യമായി ചൈന മാറിയിരിക്കുകയാണ്. നേരത്തെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ചൈന ഇടപെടുന്നുവെന്ന് മൈക്രോസോഫ്റ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഈ വർഷം ഇന്ത്യ, അമേരിക്ക, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ ചൈന AI അഥവാ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമെന്നാണ് മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കിയത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഓഡിയോ, വീഡിയോ തുടങ്ങിയവ ഉപയോഗിച്ച് ചൈന തിരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ്. തിരഞ്ഞെടുപ്പുകളിൽ സ്വാധീനമുണ്ടാക്കുക എന്നതായിരുന്നു ചൈനയുടെ ലക്ഷ്യം. നിർമ്മിത ബുദ്ധിയിലൂടെ വികസിപ്പിച്ചെടുത്ത കണ്ടന്റുകൾ വഴിയായിരിക്കും ഇത്. 2019-ൽ ചാരപ്രവർത്തനം ആരോപിച്ച് ചൈനീസ് ആപ്പായ ടിക്ടോക്കിനെതിരെ അമേരിക്കൻ സെനറ്റർമാർ രംഗത്ത് വന്നിരുന്നു. ടിക്ടോക്ക് ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നുവെന്നായിരുന്നു സെനറ്റർമാർ ആരോപിച്ചത്. ടിക്ടോക്ക് ഉടമയായ ബൈറ്റ് ഡാൻസ് ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ കൈമാറാൻ സാധ്യതയുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത്. ഒരു ചൈനീസ് സ്മാർട്ട് ഫോണിനെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളോട് പ്രതികരിച്ച് ടിക്ടോക്ക് രംഗത്തെത്തിയിരുന്നു. ഒരു ഭരണകൂടവും തങ്ങളെ സ്വാധീനിക്കുന്നില്ലെന്നും ചൈനയ്ക്ക് പുറത്താണ് കമ്പനിയുടെ ഡേറ്റാ സെന്റർ ഉള്ളതെന്നും ടിക്ടോക്ക് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തന്നെ ചൈനയുടെ ഒരു ചാര ബലൂൺ അമേരിക്കയിൽ കണ്ടെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ നിരീക്ഷിക്കാനും ആണവശേഷിയെക്കുറിച്ച് മനസ്സിലാക്കാനുമാണ് ബലൂൺ ഉപയോഗിച്ചതെന്നായിരുന്നു അമേരിക്കയുടെ വാദം. ഈ ബലൂൺ നിരവധി സുപ്രധാന സൈനിക മേഖലകളിലൂടെ പറന്നിരുന്നു. എന്നാൽ ബലൂൺ പ്രധാനമായും കാലാവസ്ഥാ നിരീക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് കുറവാണെന്നുമായിരുന്നു ചൈനയുടെ ന്യായീകരണം. കാലാവസ്ഥ കാരണമാണ് അപ്രതീക്ഷിതമായി അമേരിക്കയുടെ വ്യോമാതിർത്തിയിലേക്ക് നീങ്ങിയതെന്നുമായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പിന്നീട് അറിയിച്ചത്. ബലൂൺ ഏത് കമ്പനിയുടേതാണെന്നോ സ്ഥാപനത്തിൻ്റെതാണെന്നോ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നോ തങ്ങൾക്ക് അറിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തിരുന്നു. ചൈന സ്ഥിരമായി അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കീർണവുമായ ഉഭയകക്ഷി ബന്ധങ്ങളിലൊന്നാണ് അമേരിക്കയും ചൈനയും തമ്മിലുള്ളത്. സമീപ വർഷങ്ങളിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു, പ്രത്യേകിച്ച് സാമ്പത്തിക, പ്രതിരോധ വിഷയങ്ങളിൽ. ചൈന അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ്. എന്നാൽ ചൈന സൈനിക ശേഷി വികസിപ്പിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ ചൈനയെ പ്രകോപിപ്പിക്കുന്നത് അമേരിക്ക തായ്വാൻ സൗഹൃദമാണ്. ചൈന ബലപ്രയോഗത്തിലൂടെ തായ്വാൻ പിടിച്ചടക്കാതിരിക്കുന്നതിൻ്റെ ഒരു സുപ്രധാന കാരണം തായ്വാന് അമേരിക്ക നൽകുന്ന പിന്തുണ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായ ചൈനയ്ക്ക് തായ്വാനെ വരുതിയിലാക്കാൻ വളരെ എളുപ്പം സാധിക്കും. പക്ഷേ ചൈനയെ മാറ്റി ചിന്തിപ്പിക്കുന്നത് അമേരിക്ക തായ്വാൻ ബന്ധമാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.